تنحى يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجو. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയപ്പെട്ട ഉമ്മമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. May peace and mercy and blessings of Allah subhanahu wa ta'ala be upon all of you. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ആദ്യത്തെ ക്ലാസ് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അല്ലേ. നമ്മുടെ മക്കളെ മാത്രമല്ല, ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷനെ പോലും അപ്കമിങ് തലമുറയെ പോലും മാറ്റാൻ പറ്റുന്ന ഒരു അമേസിങ് കോണ്ടൻറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മളെ മാത്രമല്ല, നമ്മുടെ മക്കളെ മാത്രമല്ല, നമ്മുടെ അപ്കമിങ് ജനറേഷനെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു കോണ്ടൻറ്റ്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ എത്ര പവർഫുൾ ടോപ്പിക്കാണ് അത് ഇസ്ലാമിക് പാരൻറ്റിങ്. സോ ഫസ്റ്റ് ക്ലാസ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, നമ്മുടെ മക്കളെ ആരൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മനസ്സിലാക്കി, നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മനസ്സിലാക്കി. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ 3 സ്റ്റെപ്സ് മനസ്സിലാക്കി. ഹൗ മെനി സ്റ്റെപ്സ്? 3 സ്റ്റെപ്സ്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ നല്ല പ്രാക്ടീസിങ് മുസ്ലിം ആവുക. രണ്ടാമത്തെ സ്റ്റെപ്പ് മക്കളെ ദീൻ പഠിപ്പിക്കണം, വീട്ടിൽ നിന്നും മദ്രസയിൽ നിന്നും എനി അതർ സോഴ്സ് നമ്മൾ ദീൻ പഠിപ്പിക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് അവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ദീൻ അനുസരിച്ച് ഫോളോ ചെയ്യാൻ എൻകറേജ് ചെയ്യണമെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ക്ലാസ്സിൽ, നമ്മൾ അവസാനത്തെ ക്ലാസ്സാണ്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മക്കളിൽ ഇസ്ലാമിക് വാല്യൂസ് എങ്ങനെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക് പഠിക്കാൻ വേണ്ടി പോവാണ് അല്ലേ. ഇതുവരെ നമ്മൾ കുറച്ച് ഫൗണ്ടേഷനാണ് പഠിച്ചത്. ഇനി നമ്മൾ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഓരോ ഇസ്ലാമിക് വാല്യൂസും നമ്മൾ മക്കളിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. നമ്മളത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാലേ അവർ നന്നാവുള്ളൂ. അല്ലാണ്ട് തന്നാലെ ഉണ്ടാവുമോ? ഇല്ല. ഒരു പൂന്തോട്ടം അല്ലേ, നിങ്ങൾ ഒരു പൂന്തോട്ടം നോക്കൂ, ഒരു പൂന്തോട്ടം ചിത്രം കാണുന്നില്ലേ? ഈ പൂന്തോട്ടം തന്നാലെ ഉണ്ടായതാണോ? അല്ല. അത് നമ്മൾ ആ ഗാർഡൻ നമ്മൾ ആ ഗാർഡൻ സെറ്റ് ചെയ്ത് വെട്ടി കറക്റ്റ് സെറ്റ് ചെയ്തപ്പോഴാണ് ഗാർഡൻ ഉണ്ടായത് അല്ലേ. എന്നാൽ നമ്മളൊന്നും ചെയ്യാണ്ടിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു തൊടിയിൽ നമ്മളൊന്നും ചെയ്തില്ല, എന്ത് സംഭവിക്കും? ഇത് കണ്ടില്ലേ അല്ലേ, ഫുള്ള് കാട് മൂടിക്കിടക്കുന്നു അല്ലേ. ഇത് നമുക്ക് എന്താ മനസ്സിലായത്? എന്തൊരു കാര്യവും ബ്യൂട്ടിഫുൾ ആകണമെങ്കിൽ, ഒരു പൂന്തോട്ടത്തെ പോലെ മനോഹരമാകണമെങ്കിൽ നമ്മളത് ഗാർഡൻ ചെയ്ത് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് കറക്റ്റ് വെള്ളം നനച്ചു കൊടുത്ത് നർച്ചർ ചെയ്താൽ മാത്രമേ ഒരു പൂന്തോട്ടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തോന്നിയ മാതിരി വിട്ടാലോ? ഇത് കണ്ടില്ലേ കാട് പിടിച്ചിടക്കുന്ന അല്ലേ ഒരു തൊടി കണ്ടില്ലേ, ഇതുപോലെ ആയി മാറും. സോ നമ്മുടെ മക്കൾ നമ്മൾ മനോഹരമായിട്ട് പൂന്തോട്ടത്തെ പോലെ നമ്മൾ ഡിസൈൻ ചെയ്ത് നമ്മൾ ഓരോ നന്മകൾ വരെ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. ആർ യു റെഡി? ഓക്കെ. സോ നമ്മൾ പാരൻസിനോട് ചോദിച്ചിരുന്നു, നമ്മുടെ മക്കളുടെ ഇസ്ലാമിക് വാല്യൂസിൽ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡൗട്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? നിസ്കാരം മക്കളിൽ ഹാബിറ്റാക്കാൻ എന്ത് ചെയ്യണമെന്നാണ് എല്ലാവരും കൂടുതൽ ആളുകളും ചോദിച്ച സംശയം. എന്താണ്? നമസ്കാരം നമ്മുടെ മക്കളിൽ എങ്ങനെ ഒരു ഹാബിറ്റാക്കി മാറ്റുന്നതാണ് ഒരുപാട് ആളുകൾ ചോദിച്ച സംശയം. സോ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമസ്കാരം 5 ടൈം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയാണോ? അല്ല. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയിട്ട് ജമാഅത്തായി നിസ്കരിക്കൽ ഹൈലി റെക്കമെൻഡഡ് എന്ന് മാത്രമല്ല, വളരെ ഫർളായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി നമ്മൾ വീടെടുക്കുന്ന സമയത്ത്, ഇൻഷാ അല്ലാഹ് ഞാൻ വീടുണ്ടാക്കിയില്ല, ഫ്യൂച്ചറിലൊരു വീടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്നറിയോ? എൻ്റെ വീട് പള്ളിയുടെ പരമാവധി അടുത്ത്. കാരണം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോകുന്നത് വളരെ അധികം ഫർളായിട്ടുള്ളൊരു കാര്യമാണ്. സോ പള്ളിയുടെ അടുത്ത് നമ്മൾ വീട് ആക്കാൻ നമ്മൾ ശ്രമിക്കുക. ഭാവിയിൽ വീട്ടിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഫ്ലാറ്റോ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, പള്ളി അടുത്തുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. വീടിൻ്റെ അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ നമുക്ക് പരമാവധി ജമാഅത്ത് മിസ് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചെറിയ മക്കൾ ഉണ്ടെങ്കിൽ 4 വയസ്സും 5 വയസ്സും 6 വയസ്സുള്ള കുട്ടികൾ നമ്മൾ ചെറുപ്പത്തിൽ അവരെന്ത് ചെയ്യണം? നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയിട്ട് ശീലിപ്പിച്ചാൽ മാത്രമാണ് അവർക്ക് ഈ ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ശീലം അവരിലുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ കുട്ടികളുടെ നമസ്കാരം നമ്മൾ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കട്ടെ. എപ്പോൾ എന്നറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് 7 വയസ്സ് മുതൽ തുടങ്ങാനാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യട്ടെ? 6 വയസ്സും 5 വയസ്സും 4 വയസ്സും 3 വയസ്സുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യട്ടെ? നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ നിസ്കാരപ്പായിൽ കുട്ടികൾ ഇരുന്ന് കളിക്കട്ടെ. അവർ നമ്മളെ കൂടെ നിസ്കാരപ്പായിൽ സുജൂദ് ചെയ്യട്ടെ. അവർക്ക് ഞാൻ പിന്നെ സൗദിയിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ കുട്ടികൾക്കും കുടുംബത്തിലുള്ള കുട്ടികൾക്കൊക്കെ എന്ത് കൊണ്ടുവന്ന് അറിയാം? ചെറിയ കുട്ടികളുടെ നിസ്കാരപ്പടം കൊണ്ടുവന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് നിസ്കരിക്കലായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ചെറിയ പിന്നെ പെൺകുട്ടികൾക്കുള്ള നിസ്കാരക്കുപ്പായം, അങ്ങനത്തെ ചെറിയ ചെറിയ നിസ്കാരത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഗിഫ്റ്റ് എന്ത് ചെയ്യുക?
നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലേ അതൊക്കെ കൊടുത്ത് ഗിഫ്റ്റ് കൊടുത്ത് അവരുടെ നിസ്കാരപ്പാടം അവരുടെ നിസ്കാരപ്പായൊക്കെ കൊടുത്ത് അവരെന്ത് ചെയ്യുക, ചെറുപ്പത്തിലേ ഇതിലേക്ക് നമ്മളെന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിസ്കാരപ്പായിൽ നിന്ന് അവരെന്ത് ചെയ്യട്ടെ, കളിക്കട്ടെ, നിസ്കാരപ്പായിൽ നിന്ന് അവർ കിടക്കട്ടെ, നമ്മുടെ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയിൽ കയറി നിൽക്കട്ടെ മക്കൾ. അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യട്ടെ, ചെറിയ പ്രായത്തിൽ തന്നെ ഈ നിസ്കാരവുമായിട്ട് അവർ പരിചയപ്പെടട്ടെ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. 2, ചെറിയ മക്കളെ ചെറുപ്പത്തിൽ തന്നെ വാപ്പമാർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യട്ടെ, പള്ളിയിൽ കൊണ്ടുപോകണം. പള്ളിയിൽ കൊണ്ടുപോയിട്ട് എന്നാൽ മാത്രമാണ് ഒരു 8-9 വയസ്സായാലും നിർബന്ധമായിട്ട് അവരെ പള്ളിയിൽ കൊണ്ടുപോയി ശീലിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് അവരെ 10 വയസ്സിലോ 12 വയസ്സിലോ 15 വയസ്സിലോ നിങ്ങളുടെ മക്കളെ പള്ളിയിൽ കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം 5 ടൈംസ് പള്ളിയിൽ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ള ടാസ്ക് തന്നെയാണ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മക്കളെ ഈ ഒരു കാര്യം ആൺകുട്ടികളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അതിന് ഉപ്പമാരെ മുൻകൈ എടുക്കണം. എനിക്ക് അൽഹംദുലില്ലാഹ് ഒരു ഭാഗ്യം കിട്ടിയത്, എൻ്റെ വല്യപ്പ മരണപ്പെട്ടു. ഞാൻ ചെറുപ്പത്തിലുള്ള സമയത്ത് വല്യപ്പ എന്ത് ചെയ്യും, ചെറുപ്പത്തിൽ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് എന്നെ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു. ആ വല്യപ്പ ചെറുപ്പത്തിലേ കൊണ്ടുവരുന്നൊരു ശീലമുണ്ടായിരുന്നു. ജമാഅത്തെ സമയത്ത് വീട്ടിൽ നിന്നാൽ അപ്പം മുപ്പര് വാക്കേറി, മുപ്പര് ദേഷ്യം പിടിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു ജമാഅത്ത് നടക്കുന്ന സമയത്ത് വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റബോധമുള്ളൊരു കാര്യമായിട്ട് മാറി. ഐ മീൻ സംതിങ് ബാഡ്. വീട്ടിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നാൽ ദാറ്റ് ഈസ് സംതിങ് ബാഡ് എന്നൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അൽഹംദുലില്ലാഹ് എൻ്റെ വല്യപ്പക്കാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഞാനിപ്പോൾ പള്ളിയിൽ പോകുന്ന സമയത്ത് അതിൻ്റെ പുണ്യം ആര് കിട്ടും, വല്യപ്പ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുക, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹാബിറ്റാക്കാൻ ശ്രമിക്കുക. വലിയ പ്രായത്തിൽ അവരതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മക്കളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട മറ്റൊരു കാര്യങ്ങളാണ് നമ്മളുടെ പ്രാർത്ഥനകൾ. നമ്മൾ ഉറങ്ങി നീക്കുമ്പോൾ എന്തൊക്കെ ചൊല്ലണം മോനെ, അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ ചൊല്ലണം, രാവിലെയുള്ള ദിക്റുകൾ, ഇങ്ങനത്തെ ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോഴുള്ള ദിക്റുകൾ, വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്റുകൾ, ഈ ദുആകൾ ദിക്റുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ മക്കളെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രാർത്ഥനകളും ദിക്റുകളും എന്ത് ചെയ്യുക, ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. നമ്മൾ വണ്ടിയിൽ കയറുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ഞാനും എൻ്റെ ഫാമിലി വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ മക്കൾ ഫസ്റ്റ് എൻ്റെ മൂത്ത മോളുടെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുക, എല്ലാവരും വാഹനത്തിൽ കയറുമ്പോഴുള്ള ദുആ കേൾക്കുന്ന ഡ്യൂട്ടി. അപ്പോൾ സുബ്ഹാനല്ലദീ സഖലന, അപ്പം ചെറിയ മക്കൾ എന്ത് ചെയ്യും, കൂടെ ചൊല്ലും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് കുട്ടികളോട് ചോദിക്കുക, ദുആ ചൊല്ലിയോ, ഭക്ഷണം കഴിക്കുമ്പോൾ ദുആ ചൊല്ലിയോ. അതുപോലെ കുട്ടികളെ കുളിക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ ദുആ ചൊല്ലിയോ. അങ്ങനെ ഉറങ്ങാൻ പോകുമ്പോൾ കിടക്കുമ്പോൾ ചോദിക്കുക ദുആ ചൊല്ലിയോ, ഉറങ്ങി എണീച്ചപ്പോൾ ദുആ ചൊല്ലിയോ. ഇത് അൽഹംദുലില്ലാഹ് എൻ്റെ 2 വയസ്സുള്ള കുട്ടി പോലും ദുആ മിസ് ചെയ്ത് തെറ്റി പറഞ്ഞ് നമ്മൾ ശീലിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഈ ദുആകളും ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ ലൈഫിൽ എന്തുണ്ടാവില്ല, ഈ ദുആസ് അവരുടെ ലൈഫിൽ ഭാവിയിൽ പ്രാക്ടീസായി മാറാൻ പിന്നെ പണിയായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്ന മാക്സിമം ദുആകളും നിങ്ങൾ ചൊല്ലുന്നതിന് കൂടെ തന്നെ അവരെന്ത് ചെയ്യുക, ചൊല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. പിന്നെ ഒന്ന് നമ്മൾ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യാം, നിരന്തരം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പടച്ചോൻ അൽഹംദുലില്ലാഹ്, ഞാൻ വെറുതെ നിൽക്കുന്ന സമയത്ത് മക്കളെ പടച്ചോൻ അൽഹംദുലില്ലാഹ് നമുക്ക് പടച്ചോൻ നല്ല വീട് തന്നില്ലേ, അല്ലേ, എത്ര വീടില്ലാത്ത എത്ര ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പറയാറുണ്ട്, പടച്ചോൻ അൽഹംദുലില്ലാഹ് നമുക്ക് എത്ര നല്ല ഭക്ഷണം തന്നില്ലേ, ഭക്ഷണം ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ടല്ലേ മക്കളെ. അതുപോലെ തന്നെ നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് റോട്ടുമേൽ ബസ് കാത്തിക്കുന്ന ആൾക്കാരുണ്ടോ, അപ്പോൾ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും അൽഹംദുലില്ലാഹ് നമുക്ക് പടച്ചോന് കാറ് തന്നുകൊണ്ടല്ലേ നമുക്ക് കാറിൽ പോകുന്നു, അല്ലേ അവരിതാ മഴ കൊണ്ടിട്ട് കഷ്ടപ്പെടുന്നു. ബൈക്കിൽ പോകുന്ന ആൾക്കാരിതാ ബൈക്കിൽ മഴ കൊണ്ട് കഷ്ടപ്പെട്ട് പോകുന്നു, നമുക്ക് അള്ളാഹു കാറ് തന്നുകൊണ്ടല്ലേ, അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് പറയൂ, താങ്ക്സ് പറയൂ. അപ്പം ഐ ഹാവ് 3 കിഡ്സ്. 2 ആളും വലിയ ആളാണ്, 2 വയസ്സാണ്, ഒരാൾ 8 വയസ്സാണ്, ഒരാൾ 8 വയസ്സാണ്, ഒരാൾ 4 വയസ്സാണ്, ഒരാൾ 2 വയസ്സാവുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, അൽഹംദുലില്ലാഹ് ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ കുട്ടികളെ ഗ്രാറ്റിറ്റ്യൂഡ്, അൽഹംദുലില്ലാഹ് കുട്ടികൾ എന്ത് ചെയ്യും, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. സോ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മഹത്വം എന്താണെന്ന് അറിയാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതിൽ ഇൻ ശകർതും ലഅസീദന്നകും, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ ആൻഡ് മോർ ബ്ലെസ്സിങ്സ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ ബ്ലെസ്സിങ്സ് നൽകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വികലാംഗരായ ആളുകളെ കാണും പടച്ചോൻ അൽഹംദുലില്ലാഹ്
ഹാൻഡിക്യാപ്ഡ് ആയ ആളുകൾ പഠിച്ചോ അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാവർക്കും നല്ല കൈയും കാലും തന്നില്ല പഠിച്ചോനെ അല്ലേ. അതുപോലെ നിലത്ത് കൂടെ ഏഞ്ഞു പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ പഠിച്ചോ അൽഹംദുലില്ലാഹ് നമുക്ക് നടക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ലേ. അതുപോലെ തന്നെ നമ്മൾ നല്ല സ്ഥലങ്ങളിൽ താമസിക്കുന്ന സമയത്ത് മക്കളോട് പറയും അൽഹംദുലില്ലാഹ് നമുക്ക് ഇതൊക്കെ പഠിച്ചോ തന്ന സൗകര്യം കൊണ്ടല്ല നമുക്ക് ഇതൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഓരോ ബ്ലെസ്സിങ്സും, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ കാറ്, വീട്, എല്ലാ ചെറിയ ബ്ലെസ്സിങ്സും മക്കളെ എടുത്ത് കാണിച്ചിട്ട് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം, നമ്മൾ അള്ളാഹുവിനോട് ബ്ലെസ്സിങ്സിനെ കുറിച്ച് പറഞ്ഞ് അള്ളാഹുവിനോടുള്ള നന്ദി കാണിപ്പിച്ച് കുട്ടികൾ എന്ത് ചെയ്യണം, ശീലിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീടിന് മുന്നിൽ കൂടെ ഇങ്ങനെ ആംബുലൻസ് ഇടയ്ക്കിടയ്ക്ക് പോകും, ഹോസ്പിറ്റലുകൾ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആംബുലൻസിന് സൗണ്ട് വെക്കുമ്പോൾ പറയും അള്ളാഹുവേ, കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, അള്ളാഹുവേ ആ ആംബുലൻസിലുള്ള ആളുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കണേ, അയാൾക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അയാളുടെ അസുഖങ്ങൾ മാറ്റി കൊടുക്കണേ പഠിച്ചോനെ. അപ്പോൾ കുട്ടികളെ കൊണ്ട് ആമീൻ പറയിപ്പിക്കും. അൽഹംദുലില്ലാഹ് നമുക്കൊരു പ്രയാസം ഇല്ലാത്തതുകൊണ്ടല്ലേ, നമ്മുടെ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരും, നമുക്കൊരു പ്രയാസം ഇല്ലാത്തതുകൊണ്ടല്ലേ, നമുക്ക് നല്ല ഹെൽത്ത് പഠിച്ചു വന്നുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. നമ്മൾ ആംബുലൻസിലാണ് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആംബുലൻസിലാക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഹെൽത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിന് അള്ളാഹുവിനോട് നന്ദി പറയുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ബ്ലെസ്സിങ്സൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്യുക, എത്ര ബ്ലെസ്സിങ്സ് പഠിച്ചോ നമുക്ക് പറഞ്ഞത്, ഇത് എന്തൊക്കെ നമുക്ക് കാണിക്കാനുണ്ടാവും അല്ലേ. ഓരോരുത്തർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ്, ഒക്കെ ചെറിയ ചെറിയ ബ്ലെസ്സിങ്സ് പോലെ എടുത്ത് പറഞ്ഞ് കുട്ടികൾ നമ്മൾ എന്ത് പഠിപ്പിക്കണം എന്നറിയോ, നമ്മൾ പഠിപ്പിക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്. അല്ലേ, നന്ദി പറയാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ ദിസ് ഈസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കേണ്ട പ്രാധാന്യം മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെട്ട നമസ്കാരത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമസ്കാരത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക. 2 പ്രാർത്ഥനകൾ പ്രാക്ടീസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക. 3 അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുക, കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, മറ്റൊരു കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു ഹാബിറ്റാണ് നമ്മളുടെ ചാരിറ്റി, സ്വതക്ക നൽകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കണം. അതായത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പ, എൻ്റെ കുടുംബത്തിൽ ഓരോ വല്യമ്മമാർക്കൊക്കെ എന്നെക്കൊണ്ടാണ് പൈസ പഠിപ്പിക്കൽ. ഇത് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഈ അടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഡയാലിസിസ് സെൻ്ററിൻ്റെ പിരിവിന് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു നോട്ട് എടുത്ത് കൊടുത്തിട്ട് ഒരു കവറിൽ വെക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു കവറിൽ വെച്ച് കൊടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു ഉപ്പ പണ്ട് നിന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയിട്ടില്ല. അപ്പം ചെറുപ്പത്തിൽ പിന്നെ പ്രായമുള്ള വല്യമ്മമാർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഉപ്പ എന്നെ കൊണ്ട് ചെറുപ്പത്തിൽ പൈസ പഠിപ്പിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പാവപ്പെട്ടവർ സഹായിക്കണം നമുക്കറിയാം അല്ലേ, നമ്മളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഫേസ്ബുക്കിലോ വാട്സപ്പിലോ നമുക്കൊരു ഇത് വന്നു, ഒരു ആളുടെ കിഡ്നി പേഷ്യൻറ്റിന് പണം വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 100 രൂപ 200 രൂപ 500 രൂപ ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ അയച്ചു കൊടുക്കുക. 100 രൂപ ആണെങ്കിൽ പോലും അയച്ചു കൊടുക്കുന്നത് കുട്ടികളെ കൊണ്ട് ടൈപ്പ് ചെയ്യിപ്പിക്കുക. 100 ടൈപ്പ് ചെയ്ത് മോളിതിൻ്റെ പിൻകോഡ് അടിക്കി പാവപ്പെട്ടാക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ചാരിറ്റി എന്ത് ചെയ്യുക, നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ പറയാവൂ. 2 നമ്മൾ മഹാന്മാരെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാന്മാർ വേറെ റേഞ്ചാണ്, ഞാൻ നിങ്ങളെപ്പോലത്തെ സാധാരണക്കാരനാണ്, മനസ്സിലായില്ലേ. അപ്പോൾ സാധാരണക്കാരൻ്റെ എക്സാമ്പിൾസ് എന്നാണ് ഞാൻ പറയുന്നത്, മഹാന്മാരെ കഥ അല്ല. അത് നമ്മൾ പള്ളിയിൽ നിന്ന് ഖുതുബെന്നും കഥകളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സാധാരണക്കാരിൽ നിങ്ങളെപ്പോലത്തെ ഒരാളെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സുന്നത്ത് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കുട്ടീൻ്റെ കയ്യിൽ പൈസ കൊടുക്കും. എന്നിട്ട് പള്ളിയിലെ ബോക്സ് ഉണ്ടാവില്ലേ, ആ ബോക്സിലെ പൈസ മകനെ കൊണ്ട് പൈസ ഇടിപ്പിക്കാറുണ്ട്. പൈസ മോനെ കൊടുത്തിട്ട് മോനിട്. അപ്പോൾ എന്തായി, കുട്ടികൾ ഈ സ്വതക്ക നൽകാൻ വേണ്ടി എന്ത് ചെയ്യാണ്, കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ ശീലിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്ത മറ്റൊരു ആക്ടിവിറ്റി നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ കോഴിക്കോട് ബീച്ചിലും റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൊക്കെ കുറേ ആൾക്കാർ രാത്രി ഭക്ഷണം ഇല്ലാണ്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അത് ചില NGOs കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം മക്കളത് പഠിപ്പിക്കേണ്ട, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന മക്കളെ പഠിപ്പിക്കേണ്ട. ഒരു ദിവസം വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിച്ചു. പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങാം, പക്ഷേ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിപ്പിച്ചു. കാരണം കുട്ടികൾക്ക് ആ ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്തു, കുട്ടികളെ കൊണ്ട് പാക്ക് ചെയ്ത് എന്ത് ചെയ്തു, രാത്രി കാറിൽ പോയി ഓരോ സ്ഥലങ്ങളിലും കൊണ്ടേ കൊടുത്തു. അത് മക്കളെ കൊണ്ടാണ് ആ പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്ത് ഭക്ഷണപ്പൊതി കൊടുപ്പിച്ചത്. ഇതെന്തിനാണ്, ഈ സാധനം കുട്ടികളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ എല്ലാ ലൈഫിൻ്റെ ഏരിയാസിലും നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യണം,
ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ വളരെ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. ഒരു പൂന്തോട്ടം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പോലെ നമ്മൾ അത് തെളിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളൊരു യാത്രയിൽ അല്ലേ, നമ്മൾ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കുട്ടികളെ പഠിപ്പിക്കാം? യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ വയനാട്ടിലൂടെ പോകുന്ന ചോദിച്ചോളി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരുപാട് ക്രിയേഷൻസ് നമ്മൾ കാണാം. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, പടച്ചോൻ എന്ത് രസമുണ്ടല്ലേ, ഈ മലകൾ എന്ത് രസമുണ്ടല്ലേ, ഇതാരാ സൃഷ്ടിച്ചത്? അള്ളാഹുവാണ് സൃഷ്ടിച്ചത് അല്ലേ. അവിടുത്തെ ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുത്തൊക്കെ അള്ളാഹുവിൻ്റെ ക്രിയേഷനാണ്. എന്ത് രസമുണ്ടല്ലേ, മൂന്നാറിലെ പ്രകൃതി കാണാൻ, നേച്ചർ കാണാൻ അള്ളാഹുവിൻ്റെ ഡിസൈനാണ് അല്ലേ. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രകൃതിയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, യാത്ര സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ യാത്ര സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, നിസ്കരിക്കണം. ഒരിക്കൽ പോലും യാത്ര സമയത്ത് പോലും നമ്മൾ നിസ്കാരം ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നമ്മൾ യാത്ര സമയത്ത് നിസ്കാരം നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. യാത്രയിൽ നമുക്ക് എങ്ങനെ നിസ്കരിക്കാം? നമ്മൾ ജമ്മും കസറായിട്ട് നിസ്കരിക്കാം അല്ലേ. ലഹറും അസറും നമുക്ക് എന്ത് ചെയ്യാം, യാത്രയിൽ 2+2 ആയിട്ട് നിസ്കരിക്കാം. അപ്പോൾ അവിടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ എവിടെ പോകുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിസ്കാരം ഒഴിവാക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ജമ്മായിട്ട് നിങ്ങൾ നിസ്കരിക്കാം. മറ്റേ കുട്ടിക്ക് ജീവിതത്തിൽ ജമ്മു ഓർമ്മ ഉണ്ടാവുമോ? ജമ്മും കസറും അവൻ്റെ ജീവിതത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും ഇല്ല. നമ്മൾ യാത്രയിൽ കാണിച്ചു കൊടുക്കണം. നമ്മൾ ട്രെയിനിൽ നിന്നാണെങ്കിലോ ഫ്ലൈറ്റിൽ നിന്നാണെങ്കിലോ നമ്മൾ കാറിൽ നിന്നോ ബസ്സിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും നമ്മൾ നിസ്കാരം ഒഴിവാക്കരുതെന്നുള്ള കാര്യം കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക. നമ്മൾ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ജമ്മും കസറും കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ യാത്രയുടെ അതുപോലെ തന്നെ വാഹനത്തിൽ കയറുമ്പോഴുള്ള ദുആ നമ്മൾ ചൊല്ലുക, യാത്ര അയക്കുമ്പോഴുള്ള ദുആ നമ്മൾ ചൊല്ലുക. ഇങ്ങനെ യാത്രയുടെ മാക്സിമം സുന്നത്തുകൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച് എന്ത് ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചാരിറ്റി, യാത്ര, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ലൈഫുമായി വളരെ കണക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവരുടെ ഖുർആൻ റെസിറ്റേഷൻ. അവരുടെ ഖുർആൻ പാരായണം. അപ്പോൾ ഖുർആൻ പാരായണത്തിന് നമ്മളെ വീട്ടിൽ നമ്മളൊരു സിസ്റ്റം വേണം. അതിന് നമുക്ക് ഒരു സമയം വെച്ചിട്ട് ആ സമയത്ത് എല്ലാവരും ഖുർആൻ ഓതുന്നൊരു സിസ്റ്റം ഉണ്ടാക്കുക. അതൊരു പക്ഷേ മഗ്‌രിബിന് ശേഷമായേക്കാം, സുബഹിക്ക് ശേഷമായേക്കാം. ഓരോ വീട്ടിലും സൗകര്യത്തിനനുസരിച്ച് ആ സമയത്ത് എല്ലാവരും ഖുർആൻ ഓതിയിരിക്കണം. മുതിർന്നവരും കുട്ടികളും എല്ലാവരും ഖുർആൻ ഓതുന്നു. അങ്ങനത്തെ ഒരു സിസ്റ്റം, ചെറിയവരും എല്ലാവരും ഖുർആൻ ഓതുന്ന സിസ്റ്റം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സിസ്റ്റം വർക്ക്സ് പീപ്പിൾ ഫെയിൽസ് എന്നാണ്. അപ്പോൾ ഒരു ഖുർആൻ്റെ സിസ്റ്റം നമ്മുടെ വീട്ടിലുണ്ടാവണം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഖുർആൻ പഠിക്കുന്നു, നിങ്ങൾ ഒരു സമയം വെച്ച് ഖുർആൻ കേൾക്കുന്നു, പഠിക്കുന്നു, ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, നിങ്ങൾ ഓൺലൈനിൽ ഖുർആൻ ക്ലാസ്സുകൾ കേൾക്കുന്നു, ഇതൊക്കെ നമ്മുടെ മക്കൾ കാണട്ടെ. കാരണം നമ്മളുടെ ഖുർആനുമായിട്ടുള്ള കണക്ഷനും നമ്മുടെ കുട്ടികളുടെ കണക്ഷനും വളരെ ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ കണക്ഷൻ ഉണ്ടായാൽ മാത്രം പോരാ, മക്കൾ എന്ത് ചെയ്യണം, ആ സമയം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓദിപ്പിക്കണം. അതിന് ഇത്ര സൂറത്ത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് റിവാർഡ്സ് കൊടുക്കാം, സമ്മാനങ്ങൾ കൊടുക്കാം, ഗിഫ്റ്റുകൾ കൊടുക്കാം, യാത്രകൾ കൊണ്ടുപോകാം. എൻ്റെ കുട്ടികളൊക്കെ ഓരോ സൂറത്ത് പഠിച്ചാലും ഞാൻ ഓരോ സമ്മാനം കൊടുക്കാറുണ്ട്. ഒരു ജുസ് കഴിഞ്ഞാൽ യാത്രകൾ സമ്മാനം കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ മാസം ലാസ്റ്റ് പിന്നെ മോള് ജുസ് കഴിയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സമ്മാനവും ഗിഫ്റ്റും ഒക്കെ ഖുർആനുമായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഖുർആൻ പഠനം അവർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ കുടുംബ ബന്ധം, നമ്മുടെ ഫാമിലീസിൽ നമ്മൾ വിസിറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എവിടെ കൊണ്ടുപോകുമ്പോഴും ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക്, ചില കുട്ടികൾക്ക് നമ്മളെ കൂടെ വരാൻ മടിയായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾ മുതിർന്നവരനുസരിച്ച് കുട്ടികൾക്ക് വരാൻ മടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറുപ്പത്തിലേ അവരെ നമ്മുടെ കൂടെ കൂട്ടി നമ്മൾ ശീലിപ്പിക്കണം. എന്നിട്ടോ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ കുടുംബങ്ങളിൽ വിസിറ്റ് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ദീർഘായുസ് ലഭിക്കാൻ കുടുംബ ബന്ധം പുലർത്തുന്ന കാരണമാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുകയും നമ്മളെ ചെറുപ്പത്തിലെ അവരെന്ത് ചെയ്യണം, കുടുംബങ്ങളിൽ പോവുകയും അവിടെയുള്ള അതുപോലെ തന്നെ അവിടെ രോഗികളുണ്ടെങ്കിൽ ആ രോഗികളെ നമ്മൾ സന്ദർശിക്കുകയും അതിൻ്റെ പുണ്യമൊക്കെ പറഞ്ഞു കൊടുക്കണം. രോഗിയെ സന്ദർശിക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെന്ത് ചെയ്യണം, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂടെ നമ്മുടെ കുട്ടിയോട് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണം. മോൾക്ക് വലിയപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം വലിയപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വലിയപ്പക്ക് സലാം കൊടുക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ രോഗി സന്ദർശനവും പഠിക്കുകയാണ്, ഫാമിലി വിസിറ്റിനെ കുറിച്ച് പഠിക്കുകയാണ്, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പഠിക്കുകയാണ്. അല്ലാഹുമ്മ ഇശ്ഫി അൻത ഷാഫി എന്നുള്ള ദുആ ഉണ്ടല്ലോ, ആ ദുആ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, കുട്ടീനെ കൊണ്ട് കൂടെ ചൊല്ലിപ്പിക്കുക. അപ്പോൾ നമ്മളിത് പഠിപ്പിച്ചു കൊടുത്തതിന് കുട്ടീനെ ആരെയും പഠിപ്പിച്ചു കൊടുക്കുമോ? മദ്രസയിലെ ടീച്ചർ ഈ ദുആ ചൊല്ലണമെന്നേ ടീച്ചർ പറഞ്ഞു കൊടുക്കുള്ളൂ. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട ആരാണ്? യെസ്, നമ്മളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. രോഗി സന്ദർശനം, ഫാമിലിയിൽ സന്ദർശിക്കുക, കുടുംബങ്ങളിൽ സന്ദർശിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ടും കുടുംബ ബന്ധങ്ങൾ എന്ത് ചെയ്യുക, പുലർത്തുക. അത് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ, മറ്റൊരു കാര്യമാണ്
മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു കാര്യം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു സുന്നത്താണ്. അതായത് നമ്മൾ ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ സെയിം കാര്യങ്ങൾ നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. അത് നമ്മുടെ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിശീലിപ്പിക്കണം. ഒന്ന് നിങ്ങൾക്ക് പാരൻസിന് വേണ്ടി നിസ്കാരത്തിന് ശേഷം അള്ളാഹു എൻ്റെ ഉപ്പക്കും നമുക്ക് സ്വർഗം കൊടുക്കണേ എന്ന് പ്രാർത്ഥിപ്പിച്ച് കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്യണം. പിന്നെയോ വേറെ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? ഒന്ന് നമ്മൾ ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാരൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഗ്രാൻഡ് പാരൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ഇവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യണം, കുട്ടികളെ കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് പരിശീലിപ്പിക്കണം. ഓക്കെ, ഇത് നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ വേറെ ആരും വരുമോ? ഇല്ല. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ കുട്ടികളിൽ നമ്മൾ പരിശീലിപ്പിക്കുന്ന നന്മകളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് കുറേ പറയാനുണ്ട്, കാരണം എത്ര ഹദീസുകളുണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം, ബാക്കി നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ക്ലീനിങ്ങിൻ്റെ ക്ലീനിനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. വൃത്തി ഈമാൻ്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വൃത്തി ഇസ്ലാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്ന സമയത്ത്, ബെഡ്റൂം വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ അതിൻ്റെ കൂടെ കൂട്ടുക. എന്നിട്ട് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുക, നമ്മൾ എന്തിനാണ് ക്ലീൻ ചെയ്യുന്നത്, നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് പുണ്യം കിട്ടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വൃത്തി മുസ്ലിമിൻ്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വീട് ക്ലീൻ ആക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ കൂടെ കൂട്ടുക, ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളുണ്ടാവും അല്ലേ. നമ്മുടെ അയൽവാസികളോട് ഭയങ്കരമായി സ്നേഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ആ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മക്കളെ കയ്യിൽ കൊടുത്തേക്കാം. എന്നിട്ട് അവരോട് പറയാം, ഇത് നമ്മളെന്തിനാണ് കൊടുക്കുന്നതെന്ന് അറിയോ, അവരിങ്ങോട്ട് ബിരിയാണി തന്നുകൊണ്ടല്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അയൽവാസികളോട് നല്ല സ്നേഹബന്ധത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അള്ളാഹിൻ്റെ അടുത്ത് പുണ്യം കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അയൽവാസിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അയൽവാസി ബന്ധമെന്ന് നമ്മൾ പഠിച്ച ഹദീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. നമ്മൾ റോഡിലുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഒഴിവാക്കുന്നത് ഇസ്ലാമിൽ പുണ്യകരമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, സ്പെല്ലിങ്ങൊക്കെ ശ്രദ്ധിക്കണേ. ഓക്കെ, സ്പെല്ലിങ് തെറ്റിന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് റോഡിൽ എന്തെങ്കിലും കണ്ടു വിചാരിച്ചോളി, ഒരു തേങ്ങ വീണ്, ഒരു ഓലാമടൽ വീണെടുക്കണമെന്ന് വിചാരിച്ചോളി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടീനോട് പറയാം, നമുക്ക് രണ്ടാം കൂടി ആ ഓലാമടലൊന്ന് മാറ്റിയിട്ടാലോ, തേങ്ങ മാറ്റിയിട്ടാലോ. കാരണം നമ്മൾ വീടിനടുത്തുള്ള റോഡിലത്തെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റോഡിലെ മാലിന്യങ്ങൾ മാറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിന് ഇസ്ലാമിൽ പുണ്യകരമാണ്. റോട്ടിലുള്ള മാലിന്യങ്ങൾ അല്ലെങ്കിൽ റോട്ടിലുള്ള തടസ്സങ്ങൾ മാറ്റുന്നത് ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നാളെ അത് നമ്മുടെ മക്കൾ ആ ഒരു ഹാബിറ്റ് അവർ പഠിക്കുകയാണ്. റൈറ്റ്. ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഹദീസ് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എക്സസൈസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ അങ്ങ് എക്സസൈസ് ചെയ്യുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ശരീരത്തിനോട് നമുക്ക് ബാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് ഫിറ്റായി നിൽക്കാൻ മാത്രമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു തആല വഹീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, അതായത് ഹദീസാണ് എന്ത്, നമ്മുടെ ശരീരത്തിനോട് നമുക്ക് ബാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ശരീരം ഫിറ്റായിട്ട് കൊണ്ടു നടക്കണം. അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് വെറും ഫിറ്റായി നിൽക്കാൻ വേണ്ടി മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടുത്ത് പുണ്യം കിട്ടാൻ കൂടിയാണെന്ന് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ലൈഫിലെ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ പഠിച്ച ഓരോ വ്യത്യസ്തമായ ഹദീസുകളും നമ്മൾ പഠിച്ച ഓരോ നന്മകളും ഒക്കെ കണക്ട് ചെയ്ത് പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കുട്ടികളെ അവരുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കാം. അപ്പോൾ നമ്മൾ കുറേ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെ പറഞ്ഞു, അയൽവാസികളെ നമ്മൾ സ്നേഹിക്കണം, അത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. റോഡിലുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ എന്ത് ചെയ്യുക, റോഡിലെ തടസ്സം മാറ്റാൻ വേണ്ടി പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഹദീസ് കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക, ഇത് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് എന്ത് ചെയ്യുക,
അത് അറിഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യാം. പാരൻസിനും ഫലസ്തീനും ഫാമിലിക്കും ഗ്രാൻഡ് പാരൻസിനും നമുക്കും വേണ്ടിയും ഫ്രണ്ട്സും റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനും വേണ്ടിയൊക്കെ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്വതക്ക നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ചാരിറ്റി കൊടുപ്പിക്കുക, കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കുക. അപ്പോൾ ആ ചാരിറ്റിയുടെ നന്മകൾ കുട്ടികൾക്ക് കിട്ടും. ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഒരുപാട് യാത്രകൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ജമ്മും കസറായിട്ട് നിസ്കരിക്കുക, യാത്ര ചെയ്യുമ്പോൾ നമസ്കാരം ഒഴിവാക്കാണ്ടിരിക്കുക. അതുപോലെ ഖുർആൻ പഠനം വീട്ടിൽ സിസ്റ്റമാക്കണം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി സന്ദർശനങ്ങൾ വർദ്ധിപ്പിക്കുക, ഫാമിലിയുമായുള്ള ബന്ധം കൂട്ടുക. എന്നിട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ രോഗി സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. രോഗികളടുത്ത് പോയി കഴിഞ്ഞാൽ മക്കളെ കൊണ്ട് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമസ്കാരം എങ്ങനെ ലൈഫിൽ ഹാബിറ്റാക്കണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ചെറുപ്പത്തിലെ നമസ്കാരം ഹാബിറ്റാക്കാൻ നോക്കുക. ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് പള്ളിയുടെ അടുത്ത് വീടുണ്ടാക്കാൻ ശ്രമിക്കുക, പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ കുട്ടികളുടെ ലൈഫിൽ ഹാബിറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ പ്രാർത്ഥനകൾ അവരെ കൊണ്ട് ചെറിയ പ്രായത്തിൽ അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. ഇപ്പം ടോയ് സൈക്കിൾ ഉണ്ടല്ലോ, കുട്ടികളുടെ സൈക്കിൾ, ആ സൈക്കിളിൽ കയറുമ്പോഴൊക്കെ അവരെ കൊണ്ട് ദുആ ചൊല്ലിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. കാരണം നാളെ വലിയ കുട്ടിയാകുമ്പോൾ അവരെന്ത് ചെയ്യും, അവരടിപൊളിയായിട്ട് കാറിലും ബൈക്കും ഓട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, ദുആകൾ ചൊല്ലും. അള്ളാഹു തന്ന ബ്ലെസ്സിങ്സിനെ കുറിച്ച് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അള്ളാഹു തന്ന എല്ലാ ബ്ലെസ്സിങ്സും എണ്ണി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ബ്ലെസ്സിങ്സിനെ കുറിച്ച് പറഞ്ഞ് കുട്ടികളെ നല്ല ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കുട്ടികളിൽ ഉണ്ടാക്കുക. സോ ഇങ്ങനെ ഇനിയും ഒരുപാടുണ്ട്, അതെല്ലാം കൂടി പറയാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇനിയും ഒരുപാട് നന്മകളും ഒരുപാട് ഹദീസുകളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാനത് എക്സാമ്പിൾസ് മാത്രമേ പറഞ്ഞു, എൻ്റെ പേഴ്സണൽ ലൈഫ് എക്സാമ്പിൾസും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എക്സാമ്പിൾസും വെച്ച് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലാസ്സിലോടുകൂടി നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ നെക്സ്റ്റ് 1 വീക്കിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാം. പ്ലസ് നിങ്ങൾ പഠിച്ച പുറത്തുനിന്നുള്ള ഏതെങ്കിലും നന്മകൾ നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. പ്ലസ് നിങ്ങൾക്ക് ഞങ്ങളൊരു ലിസ്റ്റ് ഓഫ് ഗുഡ് ഡീഡ്സ് ഉണ്ട്, കുട്ടികളോട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗുഡ് ഡീഡ്സ് ഉണ്ട്. കുട്ടികളെ പാരൻറ്റിങ്ങിൽ നമുക്ക് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെയുള്ള കുറച്ച് നന്മകളുണ്ട്, കുട്ടികളെ വാല്യൂസ് പഠിപ്പിക്കുന്ന കുറച്ച് നന്മകളുണ്ട്. അതിൻ്റെ ഒരു വലിയ ലിസ്റ്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ലിസ്റ്റ് എല്ലാം കൂടി നമ്മൾ ഒറ്റയടിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട. വിത്തിൻ 1 വീക്ക് നമ്മൾ പഠിച്ചതിൽ 10 പുതിയ നന്മകൾ, 10 നന്മകൾ നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ ചെയ്യേണ്ടത്, ഈ പഠിച്ച 10 പരീക്ഷ പാസ്സാവല്ല വേണ്ടത്, ഏതെങ്കിലും 10 നന്മകൾ നിങ്ങൾ ചെയ്യാത്ത ഏതെങ്കിലും ഒരു 10 നന്മകൾ കുട്ടികളെ കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. 10 പുതിയ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ആ 10 ഞങ്ങൾ വലിയൊരു ലിസ്റ്റ് തരും. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് ഏതെങ്കിലും ഇതിൽ നിന്ന് എടുക്കാം, ഞങ്ങൾ തരുന്ന ലിസ്റ്റിൽ നിന്ന് എടുക്കാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും എടുക്കാം. ഏതായാലും ആ 10 കാര്യങ്ങളും നിങ്ങളുടെ മെൻറ്ററിനെ നിങ്ങൾ അറിയിക്കണം, ഏതൊക്കെയാണ് ചെയ്തതെന്ന് അറിയിക്കണം. സോ ഈ 10 പുതിയ നന്മകൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. വേറെ നിങ്ങൾ ചെയ്തോ ഞങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ അതാണ് ഞങ്ങൾക്ക് വിശ്വാസം. സോ അതിന് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ഇതുപോലത്തെ ഇസ്ലാമിക് കോഴ്സുകൾ നിങ്ങൾ നൽകും ഇൻഷാ അല്ലാഹ്. നമ്മളെ കോഴ്സ് വിജയകരമാവുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെയാണ്. നമ്മൾ പറഞ്ഞ 3 സ്റ്റെപ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്, ബിക്കോസ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഇസ്ലാമിക് പാരൻറ്റിങ്. ഒന്ന്, you have to be a practicing Muslim. I have to be a practicing Muslim. We have to be a practicing Muslim. Number 1. Number 2, we have to teach Islam to our children. Number 3, we have to encourage children to practice Islam. കണ്ടിന്യൂസ്ലി നമ്മൾ അവരെന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. സോ ഇതാണ് ഇസ്ലാമിക് പാരൻറ്റിങ്ങിൻ്റെ 3 സ്റ്റെപ്പ്. ഇത് മറക്കരുത്. ഈ 3ാമത്തെ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മക്കളെ നിരന്തരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക, നമ്മളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക. ബാക്കി അള്ളാഹിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ അള്ളാഹുവേ നമ്മുടെ മക്കളെ നല്ല നേരായ മാർഗ്ഗത്തിലാക്കണേ, അവർക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് കൺകുളിർമയേക്കുന്ന നല്ല സ്വാലിഹായ സന്താനങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഈ കോഴ്സ് പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ മാത്രമല്ല നമുക്ക് അടുത്ത തലമുറയെ പോലും നമുക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ അടുത്ത തലമുറയെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഉമ്മയായി മാറാൻ, നല്ലൊരു ഉപ്പയായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.